ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ തേങ്ങ ഉപയോഗിച്ചിട്ടുള്ള 3 ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതാ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു 2 ടേബിൾ സ്പൂണോളം സവാള ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയ്ക്ക് പകരമായിട്ട് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊരു നാടൻ രീതിയിലുള്ള ഭക്ഷണം ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ അതിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട്. ഇനി ഇത് 1 ടീസ്പൂണോളം ഇഞ്ചിയും പിന്നെ അതാ ഒരു വലിയ സവാളയും ചേർത്ത് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. സവാള വഴറ്റുന്ന ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് വഴറ്റണമെന്നില്ല, ഒന്ന് വാടിയാൽ തന്നെ മതി. ഇനി നമ്മൾ അരച്ച് വെച്ച ഈ ഒരു പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തക്കാളിയൊക്കെ അത് ഏകദേശം വാടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുക. അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇതൊരു തേങ്ങ അരച്ച് കൂട്ടി അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മുളകാണ് എടുക്കേണ്ടത്. ഇനി 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പം മുളക് പൊടി 2 ടീസ്പൂണും മല്ലിപ്പൊടി 1 ടീസ്പൂണും ആയിട്ടാണ് ഇട്ടത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി മസാല എല്ലാം എണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച 1/2 കിലോ ചിക്കനാണിത്. അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സാക്കി മസാല എല്ലാ ഭാഗത്തും നല്ല രീതിയിലായിട്ട് ഒരു 2 മിനിറ്റ് വരെ ഇതുപോലെ ഇങ്ങനെ വെക്കുക. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നമ്മളിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിതിൽ വെള്ളവും ഉപ്പും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്തിട്ടുള്ളത്. നല്ല കട്ടിയായിട്ടുള്ള 1.5 കപ്പ് തേങ്ങാപ്പാലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഇത് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചിക്കൻ്റെ വേവൊക്കെ കറക്റ്റ് പാകത്തിൽ വെന്തിട്ടുമുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇത് ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചിക്കനെല്ലാം വെന്തതാണ്. അപ്പോൾ ഒരു തിള വന്നാൽ തന്നെ നമുക്കിത് ഓഫാക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു കറി ഒരുപാട് സമയം തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു തിള വരുമ്പോൾ തന്നെ ഓഫാക്കാം. അപ്പോൾ ഇതിന് കോമ്പിനേഷൻ ആയിട്ടുള്ളത് പത്തൽ, കൽത്തപ്പം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കറി നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്ക്. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3/4 കിലോ ചിക്കനാണിത്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സാക്കി വെക്കാം. മസാല ഇട്ട് മിക്സാക്കിയ ശേഷം നമുക്ക് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 സവാള ചെറുതായി കട്ട് ചെയ്തതാണിത്. അപ്പോൾ അതുകൊണ്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. സവാള വഴറ്റുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് വഴറ്റിയെടുത്തത്. അപ്പോൾ ഇത് കുറച്ച് ബ്രൗൺ കളർ ആകുന്ന സമയത്ത് ഞാനിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി 1 എണ്ണം ഇടാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല എരിവുള്ള 2 പച്ചമുളക് എടുത്തിട്ടുണ്ടത്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ആ ഒരു എരിവ് നോക്കിയിട്ട് വേണം നമ്മളിത് പച്ചമുളക് ചേർക്കുന്നത്. അപ്പോൾ 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായി ഒന്ന് വഴന്ന് നല്ല ഉടഞ്ഞ് കിട്ടണം.
അപ്പോൾ ഈ പച്ചമുളകും തക്കാളിയും ഉള്ളിയും ഒക്കെ നന്നായി ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതൊന്ന് ലോ ഫ്ലെയിമിലുള്ള ഒരു ഇതിലേക്ക് മാറ്റി കൊടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വേറൊരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക, ഒന്ന് ഇളക്കിയെടുക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം ഇത്. ഇനി ഇതിൽ നമുക്കൊന്ന് ഫ്ലെയിം ഓഫാക്കാം. ഒരുപാട് ചൂടായാൽ നമ്മുടെ ഈ ഒരു പൊടി ഒന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ ഞാനിതിലേക്ക് 2 ഏലക്കയും 2 പട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. ഈ ചൂടിൽ തന്നെ ഇത് ഒന്ന് ഇളക്കിയെടുത്ത് മാറ്റി വെക്കാം. മുളക് പൊടിക്ക് പകരം നാട്ടിലേക്ക് ഉപയോഗിക്കുന്നത് മുഴുവൻ മുളകാണ്. അപ്പോൾ അത് കാശ്മീരി മുളകാണ് ഞങ്ങൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ മല്ലിയും അതേപോലെ മുഴുവൻ മല്ലിയാണ് എടുക്കുന്നത്. അപ്പോൾ അത് രണ്ടും നല്ല ചൂടാക്കി എടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ പൊടികളെടുത്തത്. ഇനി നമ്മളെ കറിക്ക് വേണ്ടി തയ്യാറാക്കിയ മുളകും മല്ലിയും ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിലുള്ള പട്ടയും ഏലക്കയും ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് പൊടിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ടില്ല. ഇപ്പോഴും അതിങ്ങനെ ഇടയ്ക്ക് ഇതായിട്ടുണ്ട്, ചൂടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഉള്ളിയൊക്കെ നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മളിട്ട മസാലയെല്ലാം ഈ ഒരു സവാളയിൽ നന്നായി മിക്സാക്കിയ ശേഷം ആ ഒരു എണ്ണയിൽ നല്ലതായി മിക്സായതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടെ നന്നായി മിക്സാക്കി എടുക്കാം. പൊടികളെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നല്ലൊരു മൂത്ത സ്മെല്ലും വരുന്നുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ചിക്കനിലോട്ട് നമ്മൾ മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അങ്ങനെയൊക്കെ ചേർത്തിട്ട് മിക്സാക്കി വെച്ചതാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് കുറച്ച് എരിവുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ കുറക്കാം. പക്ഷേ ആ ഒരു കറക്റ്റ് ആ ഒരു മുളക് പൊടി ഉണ്ടാകുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. പിന്നെ നമ്മൾക്ക് കുരുമുളക് പൊടി അങ്ങനെയൊക്കെ കുറച്ചെടുക്കാം. അപ്പോൾ ഈ മസാലയിൽ ഇത് നന്നായി മിക്സാക്കി എടുക്കണം. എല്ലാ ഭാഗത്തും മസാല എത്തുന്ന വിധത്തിൽ നന്നായി മിക്സാക്കി എടുക്കണം. അപ്പോൾ 2 മിനിറ്റെങ്കിലും മിക്സാക്കണം. എന്നിട്ട് നമ്മളിതുപോലെ ലെവലാക്കിയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സിയിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കറി പത്തലിൻ്റെ കൂടെ ആയിരിക്കും നല്ലൊരു കോമ്പിനേഷൻ. അതുകൊണ്ട് ഞാനിവിടെ പത്തലും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കറിയുടെ തിളച്ച് നല്ലോണം തിള വരുന്നുണ്ട്. ഇത് കഴിഞ്ഞില്ല കേട്ടോ, ഇനി ഇതിൻ്റെ കുറച്ചും കൂടെ പണിയുണ്ട്. ഇനി നമുക്കൊരു ചെറിയ പീസ് സവാള വേണം. അപ്പോൾ ഒരു സവാളേൻ്റെ 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്ത് റെഡിയാക്കാം. ഇനി നമ്മുടെ ചിക്കൻ കറി ഒന്ന് വേറെ ഇത് ചെറിയ ഫ്ലെയിമിൽ ഇവിടെ വെന്ത് വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് വേറെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഇത് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുക എന്നാണ് ഇത് ഈ ഒരു സമയത്ത് തന്നെ. അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഇത് നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് കുറുകിയ ചാറോടുകൂടി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ചെടുത്ത വെള്ളമൊക്കെ വറ്റി ഒരു പകുതി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു കറി ഒരിക്കലെങ്കിലും ഉണ്ടാക്കി വെക്കണം. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ്. ഇതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ നമ്മൾ ഈ അടപ്പും ഒന്ന് തുറക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലാണ്. നല്ലൊരു വറുത്തരച്ച ഒരു കറീൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിൽ. ഇതുപോലെ നമ്മൾ ബീഫിലും ഉണ്ടാക്കാറുണ്ട്. അതിൽ കുറച്ച് മാറ്റങ്ങളുണ്ട് കേട്ടോ, ഇതുപോലെ തന്നെയല്ല. അപ്പോൾ ചെറിയ ചേഞ്ചസോട് കൂടിയിട്ടുള്ള ഒരു ബീഫ് റെസിപ്പി ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. അതും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മുടെ കറിവേപ്പില ഇതേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തേങ്ങ വറുക്കുന്ന സമയത്ത് ഇടണം കേട്ടോ, അതും എനിക്ക് വിട്ടുപോയതാണ്. ആ ഒരു സമയത്ത് ഇടണം. നമ്മൾ കറിക്ക് ലാസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു കറിയാണ് ഇത്. പത്തിരിക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. അവസാനം ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. മല്ലിയില വേണമെന്ന് നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അത്ര തന്നെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് ചിക്കൻ പീര എന്നും പറയലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ ഇത് അടച്ചു വെക്കാം.
അപ്പോൾ ഇത് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫുള്ളായിട്ടുള്ള തേങ്ങയല്ല, അതിൻ്റെ ഒരു പകുതി മുറിയും പിന്നെ കുറച്ച് ഭാഗവും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു 1.25 കപ്പ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇത് നല്ല പച്ച തേങ്ങയാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങ. അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ ഞാനത് പൊട്ടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ ചരച്ചെടുക്കുന്നെങ്കിൽ അങ്ങനെയായിരിക്കും ബെസ്റ്റ്. പിന്നെ ഇതാ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു സവാളയാണ്. അപ്പോൾ അത് ചെറുതായി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ നേരത്തെ കണ്ട ആ ഒരു വലിയ സൈസിൽ നിന്ന് ഞാനൊന്ന് കട്ട് ചെയ്ത് ഇതാ ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം, നല്ലൊരു റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നന്നായി വറുത്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറുന്ന വിധത്തിൽ അങ്ങനെയാണ്. പണ്ടത്തെ കാലത്തെല്ലാം ഇത് ചുട്ടെടുക്കലാണ് പതിവ്. അടുപ്പിൽ വെച്ച് ഒന്ന് ചെറിയ കനലിൽ വെച്ചിട്ട് ചുട്ടെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗ്യാസെല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചരച്ചിട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്നായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ കളറ് മാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേ പാനിലോട്ട് ഞാൻ കുറച്ച് മുളകാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ മുളക് ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു 5 പീസ് ഉണ്ട്. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് നമ്മൾ അതേപോലെ തന്നെ കളറ് മാറുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതും ഞാൻ പൊടിയല്ല എടുത്തത്. നിങ്ങൾ പൊടിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം പൊടി തന്നെ എടുക്കേണ്ടി വരും. തേങ്ങയും എല്ലാം പൊടിയുള്ളത് ഉപയോഗിക്കണം. അപ്പോൾ ഞാനിവിടെ പൊടിയല്ലാത്തതുകൊണ്ട് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു കളറ് കിട്ടും കേട്ടോ. കാശ്മീരി മുളകെല്ലാം അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് കൂട്ടിയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേപോലെ നല്ല രീതിയിൽ ഇത് വറുത്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് പകുതി വരെ വറുത്തതിന് ശേഷം നല്ലൊരു ലൈറ്റായിട്ട് കളർ മാറുന്ന സമയത്ത് ഞാനിതിലേക്ക് മല്ലിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് പച്ചമല്ലി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മുളകിന് 2 ടേബിൾ സ്പൂണ് മല്ലി, അങ്ങനെയാണ് കണക്ക്. പൊടിയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചേർത്താൽ മതി. അപ്പോൾ ഇത് മല്ലിയും 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ എടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം പട്ട, 2 കറാമ്പൂ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കൂടുതലാവണ്ട കേട്ടോ. അതിൻ്റെ സ്മെല്ല് കൂടുതലായാൽ ഒരു തുയ്ക്കുന്ന പോലത്തെ ഒരു സ്മെല്ല് വരും. ഇനി 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ മസാലേൻ്റെ സ്മെല്ല് ചില ആൾക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മസാലയൊക്കെ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ മല്ലി മുളകും ഇതിൽ നിർബന്ധമാണ്. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്ത് അതിൻ്റെ കളർ മാറുന്ന വിധത്തിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാളയെന്ന് ഒരു 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ മുളകിൻ്റെ എല്ലാം കളർ മാറിയിട്ടുണ്ട്. ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ തേങ്ങ ഒക്കെ പൊടിച്ച് നമ്മൾ ചിരകി എടുക്കുന്ന അതുപോലെ ആക്കി എടുക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെയാണ് ഇടേണ്ടത്. ഇനി ഇതാ ഞാൻ 2 കൂടി ഒന്നിച്ചാക്കി ഇതൊന്ന് അരച്ചെടുക്കുന്നത്. നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ഉണ്ടായതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് ഞാനിവിടെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരക്കുമ്പോൾ നന്നായിട്ട് അരയണം, നല്ല മൈ പോലെ അരഞ്ഞ് കിട്ടണം. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ തേങ്ങ കുറച്ച് കൂടുതലായെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഇതിലേക്ക് എടുക്കണം. നല്ല നാടൻ കറിയാകുമ്പോൾ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇവിടെ എടുത്ത് വെക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് മാറ്റി വെച്ചിട്ടുണ്ട് സവാള. അപ്പോൾ അത് ലാസ്റ്റിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇങ്ങനെ നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം. അപ്പോൾ സവാള വഴറ്റുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 4-5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ചെറിയ സൈസുള്ള പച്ചമുളകാണ്. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലിൻ്റെ സ്മെല്ലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതാ നമ്മൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് 1/2 ടീസ്പൂൺ ചേർത്തിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കനും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കിലോ ചിക്കനാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, എരിവിനെ കൂടി നോക്കിയിട്ട്. പിന്നെ നമ്മൾ മുളകൊക്കെ നമ്മൾ തേങ്ങ ഒക്കെ വറുക്കുന്ന ആ ഒരു കൂട്ടത്തിൽ ഇട്ടത് കൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് കൂടുതൽ ചേർക്കുന്നില്ല. നമ്മൾ പൊടികളായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തന്നെ ചേർത്താൽ മതി കേട്ടോ. മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു
ചിക്കൻ്റെ കൂടെ തന്നെ പൊടികളിടാം. ഇനി ഇതാ പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയും മുളകെല്ലാം നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ടാണ് അരച്ചത്. കുറച്ച് കൂടുതലുണ്ടായതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് അരച്ചതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അരയണം. അതാണ് ഈ ഒരു കറീൻ്റെ പ്രത്യേകത. നല്ലോണം അരഞ്ഞാൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ തേങ്ങ കൂടുതലെടുത്താലും അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നല്ലോണം അരഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുക. ഇതുപോലെ റബ്ബ് ചെയ്യുമ്പോൾ നമുക്ക് തരിതരിയായിട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അവർ അരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഇത് പകുതി വരെ വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്കിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് വേകുന്നില്ല, പകുതി വേകുന്ന സമയത്താണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഈ ഒരു തേങ്ങയും കൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ. ഇനി ഫ്ലെയിം കൂട്ടാൻ പാടില്ല, ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് തിളച്ചുകൊണ്ടിരിക്കട്ടെ. കാരണം അത് തേങ്ങയെല്ലാം ഇട്ടുമ്പോൾ ആ ഒരു ഫ്ലെയിം കൂട്ടിയാൽ പെട്ടെന്നൊരു പെരുത്ത പോലെ ആവും. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല തിള വന്നിട്ടുണ്ട്, ചിക്കനെല്ലാം വെന്തിട്ടുമുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാസർഗോഡ് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്, തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് മസാലയൊന്നും ഉണ്ടാവില്ല, ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത് പറയുന്നത് തേങ്ങ ആണം വെച്ചിട്ട് നിന്നാണ്, അങ്ങനെയാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. റെഡി ആയിട്ടില്ല കേട്ടോ, ഇനി ചെറിയൊരു പണിയും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുത്ത് പിന്നെ ബാക്കിയുള്ള നമ്മുടെ എടുത്ത് വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ല ഗോൾഡൻ കളറാകുന്ന വരെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു വറ്റൽമുളകും ചേർക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടിച്ച് ഒന്ന് ചെറുതായി പൊട്ടിച്ച് ശേഷം അതിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ മല്ലിയിലയൊന്നും ചേർക്കാറില്ല കേട്ടോ, ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നല്ല കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വറുത്ത ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ 3 റെസിപ്പിയിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത കിടിലൻ റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.